നാൽപ്പാമരാതി കേരമാണോ തൈലമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇതാണ് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാമോ? നാൽപ്പാമരാതി തൈലം നല്ലെണ്ണയിലും നാൽപ്പാമരാതി കേരം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാൽപ്പാമരാതി തൈലം ആർക്കൊക്കെ യൂസ് ചെയ്യാം? നമുക്ക് ഡാർക്ക് സ്കിൻ ആണെങ്കിൽ, ഡ്രൈ സ്കിൻ ആണെങ്കിൽ, നമ്മൾ തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് നാൽപ്പാമരാതി തൈലമായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ ചൂട് കാലാവസ്ഥയിലും നമുക്ക് സെൻസിറ്റീവായ സ്കിന്ന്, നമുക്കൊരു ബേണിംഗ് പോലത്തെ സ്കിന്നാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നാൽപ്പാമരാതി കേരമായിരിക്കും. പിന്നെ നമുക്ക് പിമ്പിൾസ് വരുന്ന സ്കിന്നാണെങ്കിൽ നാൽപ്പാമരാതി തൈലവും കേരവും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. എന്നാൽ നാൽപ്പാമരാതി തൈലത്തിലും കേരത്തിലും ഉള്ള ഇൻഗ്രീഡിയൻസ് സെയിം ആണ്. അതായത് നാൽപ്പാമരപ്പട്ട, പർപ്പടക പുല്ല്, മഞ്ഞൾ എന്നിവയൊക്കെ തന്നെയാണ് രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്നത്. നാൽപ്പാമരാതി തൈലവും കേരവും നല്ലൊരു സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ കയ്യിലെടുത്തിട്ട് നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഫേഷ്യൽ മസാജ് പോലെ കുറച്ച് സമയം ചെയ്യുക. പിന്നീട് ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റീമിങ് ചെയ്യാം. അതായത് ഡയറക്റ്റ് സ്റ്റീം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു കോട്ടൺ ക്ലോത്ത് മുക്കി നമുക്ക് ഫേസിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രബ് പോലെ ഉണ്ടാക്കാം. ചെറുപയർ പൊടിയോ കടലമാവോ അരിപ്പൊടിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഫേസ്. ബാക്കി വരുന്ന എണ്ണ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ നേടിയെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഹെർബൽ ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന എണ്ണ റിമൂവ് ചെയ്യാം.